വീരപ്പൻ എന്ന കാട്ടുകൊള്ളക്കാരനെ കുറിച്ച് കേൾക്കാത്തവരും അറിയാത്തവരും വളരെ ചുരുക്കമായിരിക്കും. പാവപ്പെട്ടവർക്ക് ആശ്രയമായ വീരപ്പന്റെ കഥകൾ കേട്ട് ആരാധകരായവരുമുണ്ട്. ഇടുക്കിയിലെ കേരള തമിഴ്നാട് അതിർത്തി മലനിരയായ മാൻകുത്തിമേട് മന്നാക്കുടിയിലെ ഗോപാലനെ കുറിച്ചാണ് പറയാനുള്ളത്. മെലിഞ്ഞ് ഉയരം കൂടിയ ശരീരവും കൊമ്പൻ മീശയുമുള്ള സെൽവൻ ഗോപാലൻ. അപ്പോൾ ഇതാണ് മാൻകുത്തിമേട്ടിലെ വീരപ്പൻ. ഈ രൂപവും ഭാവമൊന്നും ഇങ്ങനെ ഉണ്ടായതല്ല. വീരപ്പനോടുള്ള ആരാധന കൊണ്ട് വളർത്തിയതാണ് ഈ മീശ പോലും. ആനവേട്ടയും ചന്ദന കള്ളക്കടത്തും നടത്തി പാവങ്ങൾക്ക് അന്നം കൊടുത്തിരുന്ന വീരപ്പനെ നേരിൽ കാണണമെന്നായിരുന്നു ഏറ്റവും വലിയ ആഗ്രഹം. പക്ഷേ 2004 ആ മോഹം അവസാനിച്ചു. എങ്കിലും വീരപ്പന്റെ പറഞ്ഞുകേട്ട കഥകളിലെ ഓർമ്മകളുമായി സെൽവൻ ഗോപാലൻ ജീവിതം തുടരുകയാണ്. വീരപ്പൻ എന്ന് പറഞ്ഞ ഒരു വ്യക്തി എനിക്ക് വലിയ ഇഷ്ടമായിരുന്നു. പുള്ളിയോട് ആരാധന അതങ്ങ് പോത്തു. ചെറുതായിട്ടൊന്ന് മീശ ഇങ്ങനെ വെച്ച് നോക്കിയപ്പോൾ കൂട്ടുകാരൊക്കെ പറഞ്ഞു കൊള്ളാനല്ല എന്ന് പറഞ്ഞു. അങ്ങനെ വെച്ച് അത് വലുതാക്കി ഇപ്പൊ അങ്ങനെ കൊണ്ടു നടക്കുന്നു. കൊമ്പൻ മീശയും വീരപ്പന്റെ രൂപവുമുള്ള വീരപ്പന്റെ ആരാധകനായ സെൽവൻ ഗോപാലൻ വീരപ്പനെ പോലെയല്ല, പഞ്ചപാവം. കാടിനെയും പ്രകൃതിയെയും സ്നേഹിക്കുന്ന, ആരെ കണ്ടാലും ചിരിച്ചുകൊണ്ട് മാത്രം സംസാരിക്കുന്ന നല്ല മനുഷ്യൻ. ഭാര്യയും 5 പെൺമക്കളും അടങ്ങുന്നതാണ് കുടുംബം. 2 പേരുടെ വിവാഹം കഴിഞ്ഞു, ബാക്കിയുള്ളവർ പഠിക്കുകയാണ്. ഇവരുടെ പഠനത്തിനും ഭാവിയിലെ വിവാഹത്തിനുമായി ഒട്ടും സമയം പാഴാക്കാതെ കൃഷിയിടത്തിലെ അധ്വാനത്തിലാണ് ഇപ്പോൾ സെൽവൻ ഗോപാലൻ എന്ന മാൻകുത്തിമേടുകാരുടെ വീരപ്പൻ. എങ്ങനെയുണ്ട് നമ്മുടെ വീരപ്പൻ ചേട്ടൻ? പൊളിയല്ലേ? ഞങ്ങളും മാൻകുത്തിമേടിന്റെ മലയിറങ്ങുക. ഇനിയും ഒരുപാട് കാഴ്ചകളൊക്കെ ഉണ്ട്. അതുമായിട്ട് ഞങ്ങൾ വീണ്ടും ഗുഡ് ഈവനിംഗ് വിത്ത് ജയിലെത്തും. വീഡിയോ ജേർണലിസ്റ്റ് ജിതിൻ ജോസഫിനൊപ്പം റിപ്പോർട്ടർ സന്ദീപ് രാജാക്കാട്, ഇൻ റിപ്പോർട്ടർ ഇടുക്കി.